أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. العزيز الجبار، ونصلي ونسلم على رسولنا المختار وعلى آله وأصحابه وأتباعه من الأبرار. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ തുടർന്ന് വരുന്ന ഇനി നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെ ആയത്ത് മുതലാണ്. ആദ്യം നമുക്ക് സാധാരണ പോലെ ആദ്യത്തെ ആയത്തൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ഞാനൊന്ന് പൂർണ്ണമായി പാരായണം ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അതിൻ്റെ അഹ്കാമു തജ്വീദ് പറയാം, എന്നിട്ട് നമുക്ക് 2 തവണ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. والبدن ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ല. അവിടെ ശആഇരില്ല എന്ന് പറയുമ്പം അവിടെ ഒരു കലിമത്തിൽ തന്നെ, ഒറ്റ പദത്തിൽ തന്നെ എന്ത് ചെയ്തു, മദ് വന്നു. അത് മദ് ലാസിമാണ്, 6 അനക്ക നീട്ടല് നിർബന്ധമാണ്. ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ. അവിടെ നമ്മൾ മദ് ലാസിമ് നിർബന്ധമാണ്, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 6 അനക്ക നീട്ടണം. വലദ്ദാലീൻ എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ സവാഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ എന്നങ്ങോട്ട് പറയേണ്ടതില്ല. ആ നിർത്തുമ്പോൾ കുറച്ച് ശ്രദ്ധ കൂട്ടിട്ട് നിർത്തിയാൽ മതി. പക്ഷെ അത് പുറത്തേക്ക് വരണം എന്നില്ല. കൂട്ടി ഊതാണെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഫൈദ വജബത് ജുനൂബുഹ ഫകുലു മിൻഹ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. അവിടെ 3 ഐനുകളുണ്ട്. വഅത്ഇമു അവിടെ ഒരു ഐനുണ്ട്, ഖാനിഅ അവിടെ ഒരു ഐനുണ്ട്, മുഅ്തർ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഐനുണ്ട്. അപ്പോൾ ഐനുകളൊക്കെ അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ തന്നെ ഉച്ചരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കദാലിക സഖർനാഹ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അവിടെ ഒന്നും പിന്നെ പറയത്തക്ക രീതിയിലുള്ള തജ്വീദിൻ്റെ നിയമങ്ങളൊന്നുമില്ല. ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കദാലിക സഖർനാഹ ലക്കും എന്ന് എഴുതിയപ്പം നാ എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, നീട്ടിയിട്ടില്ല. അത് ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഖുർആനിൻ്റെതായ ഒരു ലിപിയുണ്ട് എന്നാണ്. ഖുർആൻ എങ്ങനെയാണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചപ്പോൾ എഴുതി വെക്കപ്പെട്ടത്, അതേ രൂപത്തിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സൂറത്തുൽ ഫാത്തിഹയിൽ കണ്ടിട്ടില്ലേ, മലിക് യൗമിദ്ദീൻ എഴുതിയിട്ട് ഒരു വരട്ടക്കാണ്. ഇതേ ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് മാലിക് യൗമിദ്ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്, നീട്ടിയിട്ടും എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഖുർആനിൽ ഒരു വള്ളി പോലും പുള്ളി പോലും മാറിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം ചോദിച്ചാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഖുർആൻ നുസില അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ 7 അഹ്റുഫിനാണ്. ഖുർആൻ നസല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനിലേക്ക് അവതരിക്കപ്പെട്ടത് 7 അഹ്റുഫുകളോട് കൂടിയാണ്. അപ്പം അഹ്റുഫുകൾ എന്താണ്? ഖുർആനിൽ 7 ഖിറാഅത്തുകൾ, 10 ഖിറാഅത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അത് വലിയൊരു വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുർആനിനെ ക്രോഡീകരിച്ചത്. അതുകൊണ്ടാണ് ഖുർആനിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുള്ളത്. ഇപ്പം മാലിക് യൗമിദ്ദീൻ എന്നുള്ളടത്താണെങ്കിൽ വേറെ ഖിറാഅത്ത് പ്രകാരം മലിക് യൗമിദ്ദീൻ എന്നാണ്. അവരും ഇതേ മുസ്ഹഫിൽ നോക്കിയിട്ട് എന്ത് ചെയ്യും, മലിക് യൗമിദ്ദീൻ എന്ന് പാരായണം ചെയ്യും. എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, പാരായണം ചെയ്തതാണ്. ഒന്നിലും ഖുർആനിൽ ഒരു ഏറ്റക്കുറച്ചിലും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണെന്ത്, അങ്ങനെ തന്നെ ഖുർആൻ എഴുതപ്പെടുന്നു എന്നുള്ളത്. അതായത് ഇത് എഴുതുന്നാക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, അലിഫ് നീട്ടിയിട്ട് എഴുതാമായിരുന്നു. പക്ഷെ അദ്ദേഹം എഴുതിയില്ല എന്നുള്ളത് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. ഇനി നമുക്ക് പാരായണം ചെയ്യാം. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ഓതാ. ലക്കും ഫീഹാ ഖൈർ فاذكروا اسم الله عليها صواف
فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر. كذلك سخرناها لكم لعلكم تشكرون. ഇതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം പറയാം. വൽ ബുധന, ബുധൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബലിമൃഗം എന്ന് പറയും. യഥാർത്ഥത്തിൽ ബുധൻ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒട്ടകം ആണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ പൊതുവെ സൂചിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു സിയാക്കിൽ, ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ബലിമൃഗത്തെ മൊത്തത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ട് ഒട്ടകത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം ഖുർആനിൽ പ്രയോഗിച്ചു? അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ് ബലിമൃഗത്തിൽ ഏറ്റവും നല്ലത്, പിന്നെ പോത്ത്, പിന്നെ ആട്, അങ്ങനെയാണ്. വൽ ബുദ്ന ജഅൽനാഹ ലക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, അത് ജഅൽനാഹ നിങ്ങൾക്ക് അത് ആക്കിയിരിക്കുന്നു, മിൻ ശആഇരില്ല, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനെ പവിത്രപ്പെടുത്തുക എന്നുള്ളത് എന്താണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതൊരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള തഖ്വയുടെ അതിന്റെ പ്രകടനങ്ങളാകുന്നു. എന്ത്? അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാകുന്നു. അപ്പൊ അതിനെ നേരേക്ക് നോക്കുക, അതിന് വെള്ളം കൊടുക്കുക, അതേപോലെ അതിനെ ആദരിക്കുക, അതിനെ മോശപ്പെടുത്താതിരിക്കുക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിലും അതിന്റെ അവസാനത്തിലൊക്കെ പറയുന്നത് വൽ ഖലാഇദ്, ഈ ബലിമൃഗത്തിന്റെ കഴുത്തിൽ എന്ത് ചെയ്യും? അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, അതിനെ അറിയാൻ വേണ്ടിയിട്ട് ചില അടയാളങ്ങൾ വെക്കും. അതിനൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ആദരിക്കണം, അതൊന്നും മോശപ്പെടുത്താതിരിക്കുക, അതൊന്നും കളങ്കപ്പെടുത്താതിരിക്കുക എന്നതൊക്കെ ഇതിന്റെ വിവക്ഷയിൽ പെടുന്നു. ലക്കും ഫിഹ ഖൈർ, അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഖൈറുണ്ട്, അതിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്. ബലിമൃഗത്തിൽ എന്തുണ്ട്? മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ പറയുന്നുണ്ട്, ഫമിൻഹ റകൂബുഹും വമിൻഹ യകുലൂൻ അഫലാ യഷ്കുറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ മറ്റു സൂറത്തുൽ അൻആം എന്ന് പറഞ്ഞിട്ട് കന്നുകാലികളെ പറ്റി സൂചിപ്പിക്കുന്ന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാകുന്നു. വമിനൽ ബഖരി ഇത്നൈൻ വമിനൽ ഇബ്ലി ഇത്നൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. അപ്പൊ കന്നുകാലികൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരങ്ങളുള്ള സംഗതിയാകുന്നു. അപ്പൊ ലക്കും ഫിഹാ ഖൈർ, നിങ്ങൾക്ക് അതിൽ ഖൈറുണ്ട്. അതാണ് ഒരു വിവക്ഷ. രണ്ടാമത്തെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ബലിമൃഗം അറുക്കുക എന്നുള്ളതിന് എന്തുണ്ട്? നിങ്ങൾക്ക് ഖൈറുണ്ട്. ബലിമൃഗം അറുക്കുക എന്നതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. മാത്രമല്ല, ആദ്യം പറഞ്ഞ വിവക്ഷ പ്രകാരം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ബലിമൃഗത്തിൽ, ഒട്ടകത്തിൽ, പശുവിൽ അല്ലെങ്കിൽ ആടിൽ, ഇതിലൊക്കെ എന്തുണ്ട്? ഖൈറുണ്ട്, നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. അപ്പൊ ഖൈറുള്ളൊരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മളൊരു കാര്യം നൽകുമ്പോൾ എന്താണ്? അതിൽ ഏറ്റവും നല്ല ഖൈറായിട്ടുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ പോരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിൽ നിന്നുള്ള ബിർറ്, പുണ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ലഭിക്കുക. ഇത് കേട്ടിട്ട് സ്വഹാബികൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂന്തോട്ടം, അദ്ദേഹത്തിന്റെ ആ തോട്ടം, പറമ്പ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തതായിട്ടൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. വേറെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും ത്വയ്യിബായത് എന്ത് ചെയ്യുക? സ്വതക്ക നൽകുക. നിങ്ങൾ മോശപ്പെട്ട ആരും വലസ്തും ബിആഖിദിഹി ഇല്ലാ തുഗ്മിദു ഐനൈഹി, നിങ്ങൾ തന്നെ മര്യാദയ്ക്ക് നോക്കാത്ത, അഥവാ നമ്മൾ തന്നെ വേണ്ടാതെ ഒഴിവാക്കി അതൊന്നും ഇനിയിപ്പോൾ ഉപകാരമില്ല എന്ന് പറയുന്ന വസ്തുക്കളെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകേണ്ടത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് എന്ത്? ഈ ആയത്ത്. ഫദ്കുർ ഇസ്മല്ലാഹി അലൈഹാ സവാഫ്, അള്ളാഹുവിന്റെ നാമം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ഉച്ചരിക്കുക. സവാഫ് എന്ന് പറഞ്ഞാൽ ഖായിമാത്തിൻ ഖദ് സുഫത് ഖവായിമുഹാ ഫി ഹാലി നഹരിഹാ എന്നാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒട്ടകത്തെ പറ്റിയാണ് പറയുന്നത്, പണ്ഡിതന്മാർ അങ്ങനെ വിവരിച്ചിട്ടുള്ളത്. അത് ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിയിടും. ഖായിമത്ത്, അത് എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലായിരിക്കും. പിന്നെ അതിന്റെ കാലുകളൊക്കെ കെട്ടിയിട്ട് കുന്തം കൊണ്ട് കുത്തലാണ് ഒട്ടകത്തിനെ കൊല്ലുന്ന രൂപം, അതിനെ അറക്കുന്ന രൂപം. എന്നാൽ മറ്റു മൃഗങ്ങളെ അതിന് മറ്റു രൂപത്തിലാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഫദ്കുർ ഇസ്മല്ലാഹി അലൈഹ, നിങ്ങൾ അള്ളാഹുവിന്റെ നാമം അതിൽ ഉച്ചരിക്കുക. സവാഫ, അണികളായിക്കൊണ്ട് നിർത്തിയാണ്. അവിടെ വലിയ മൃഗങ്ങൾ അങ്ങനെ അണിയായിട്ട് നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ബലിയർക്കുക എന്നാണ് പറയുന്നത്. ഫൈദാ വജബത് ജുനൂബുഹാ ഫകുലു മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ. ഫൈദാ വജബത്, വജബ എന്ന് പറഞ്ഞാൽ വീണു എന്നാണ് അർത്ഥം. ഫൈദ വജബത്തായി സഖത്തത്ത് എന്നാണ്, വീണ് കഴിഞ്ഞാൽ. ജുനൂബുഹ, അതിന്റെ പാർശ്വങ്ങൾ. ജംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡാണ്. അതിന്റെ പാർശ്വങ്ങൾ വീണ് കഴിഞ്ഞാൽ. ഈ വാജിബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ അതിന് സാഖിത്ത് എന്നൊരർത്ഥം പറയുന്നുണ്ട്.
വാജിബായ സംഗതി പറഞ്ഞാൽ നമ്മളെ തലയിൽ അത് എന്ത് ചെയ്തു, നിർബന്ധമായി വീണ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അതിന് ആ കർമ്മം നിർവഹിച്ചു കൊണ്ട് എന്ത് ചെയ്യണം, എടുത്തു മാറ്റണം. അതുകൊണ്ടാണ് വാജിബിന് എന്ത് ചെയ്തത്, ആ പദം പ്രയോഗിക്കാൻ, അത് നിർബന്ധമായ ഒരു കാര്യത്തിന് വാജിബ് എന്ന് പ്രയോഗിക്കുവാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഫൈദ വജബത്ത് എന്ന് പറഞ്ഞാൽ ഫൈദ സഖത്തത്ത്, അത് വീണ് കഴിഞ്ഞാൽ, ജുനൂബുഹ അതിന്റെ പാർശ്വങ്ങൾ വീണ് കഴിഞ്ഞാൽ, ഫകുലു മിൻഹ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, വ അത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ അതുപോലെ തന്നെ വാത്തഇമു നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ ഭക്ഷിപ്പിക്കുക. ആരൊക്കെ? അൽ ഖാനിഅ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖാനി എന്ന് പറഞ്ഞാൽ ഖനാഅത്തുള്ള ആളാണ്. ഖനാഅത്തുള്ള ആളെന്ന് പറഞ്ഞാൽ സ്വന്തം കിട്ടിയതിൽ തൃപ്തിപ്പെടുന്ന ആളാണ്. ആൾക്കാരോടൊന്നും ചോദിച്ചു നടക്കാതെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നാട്ടുകാരോട് പറയാത്ത ഒരാൾ, അങ്ങനെയുള്ള ആളുകൾ, അതാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും എന്ത് വേണം? ഖനാഅത്ത് വേണം. വൽ മുഅ്തർ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ പറയുന്ന ആള്. നമ്മൾ ബലിയിറക്കുന്ന സമയത്ത് ആൾക്കാർ ആരെങ്കിലൊക്കെ എന്ത് ചെയ്യും, എനിക്കൊരു പൊതി വേണം കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അവിടെ വേണം ഇവിടെ വേണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുന്നത് പോലെയല്ല, സനിക്ക് വേണ്ടി ചോദിക്കുന്നത്. അപ്പം ആവശ്യക്കാരായ ആളുകളെ നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഭക്ഷിപ്പിക്കണം. അതുപോലെ തന്നെ ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടിയ കയറ്റാൻ പാടില്ല. എന്താ അങ്ങനെ ചോദിക്കണത്, അല്ലെങ്കിൽ ഓൻ അറിയില്ല നമ്മൾ കൊടുക്കൂലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആട്ടിയ കയറ്റാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മറ്റു വിശദീകരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം അർത്ഥം പറഞ്ഞതിന് ശേഷം വരാം. കദാലിക സഖർനാഹ ലക്കും അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തസ്ഖീർ ചെയ്തിരിക്കുന്നു, കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഈ ബലിമൃഗങ്ങളൊക്കെ നമുക്ക് കീഴ്പ്പെട്ട് കിട്ടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ്. ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എത്ര ചെറിയൊരു മനുഷ്യനായിരിക്കും വലിയൊരു ആനയെ എന്ത് ചെയ്യുന്നത്, കീഴ്പ്പെടുത്തുന്നത്, ആനയെ എന്ത് ചെയ്യുന്നത്, അത് നോക്കി നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങൾ, ഈ ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ വഫദ്ദൽനാഹും അലാ കസീരി മിമ്മൻ ഖലഖ്നാ തഫ്ദീല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ, ആദം സന്തതികളെ മറ്റെല്ലാ സൃഷ്ടികളെക്കാളും എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് മഹത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മനുഷ്യന് ഉപയോഗിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സംവിധാനിച്ചിരിക്കുന്നത്, അധീനപ്പെടുത്തി തന്നിരിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. അതാണ് ആയത്തിന്റെ നേർക്ക് നേരെയുള്ള കാര്യം. അപ്പോൾ ഇതിൽ വ്യത്യസ്ത മസാലകൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, ഉൽഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ചു വരുന്ന ആൾക്കും അതേപോലെ പ്രയാസപ്പെട്ട് എന്നാൽ ആരോടും പറയാതെ നടക്കുന്ന ആളുകൾക്കും നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ പോത്തിൻ്റെ ഇറച്ചി, നമ്മുടെ ഉൽഹിയത്തിൻ്റെ ഇറച്ചി നൽകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ചോദിക്കുന്നതിനൊരു പ്രോത്സാഹനമുണ്ടോ? ഒരിക്കലുമില്ല. ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടി അകറ്റാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഹയിൽ പറയുന്നുണ്ട്. എവിടെ? വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ആളെ നീ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടി അകറ്റാൻ പാടില്ല. ഒരു കാരണവശാലും ചോദിച്ചു വരുന്ന ആളെ നമ്മൾ ആട്ടി അകറ്റാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവിടുത്തെ സ്വഹാബത്ത് പറയുന്നതായി കാണാൻ സാധിക്കും. പ്രവാചകനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ പ്രവാചകന്റെ കയ്യിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അത് വേറെ ആളെടുത്തേക്ക് എന്ത് ചെയ്യും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിക്കുമെന്നാണ്. ഒരിക്കലൊരു കവി പറയുന്നുണ്ട്, ലൗല തശഹുദു മാ ഖാല ലാ ഖത്തു എന്നാണ്. തശഹൂദിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഉണ്ടല്ലോ, അങ്ങനെ എങ്ങാനും ലാ ഇല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ലാ എന്നൊരു വാക്ക് പറയുമായിരുന്നില്ല എന്ന് ചില കവികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വപ്പെടുത്തി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ആരെന്ത് ചോദിച്ചു വന്നാലും എന്ത് ചെയ്യരുത്, ആട്ടിയ കയറ്റാൻ പാടില്ല, ആൾക്കാരെ വെറുപ്പിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മൾ മാന്യമായിട്ട് അവരെന്ത് ചെയ്യുക, പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരാളടുത്തേക്ക് എന്ത് ചെയ്യുക, ഇയാളെ പറഞ്ഞേക്കുക. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫി ഔനി അഖീഹി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ സഹായിച്ചുകൊണ്ടേയിരിക്കും, മാദാമൽ അബ്ദു ഫി ഔനി അഖീഹി, തൻ്റെ അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ സഹോദരനെ സഹായിക്കുമ്പോൾ അല്ലാഹു നമ്മളെ സഹായിക്കും, നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എളുപ്പമാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു മാജ, അഹ്മദ് അവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ യദ്മനു ലി വാഹിദതൻ അദ്മനു ലഹുൽ ജന്ന, എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകിയാൽ, അതിന് ഗ്യാരണ്ടി നൽകിയാൽ അദ്മനു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗ്ഗം നൽകാം, സ്വർഗ്ഗത്തിൽ എന്ത് ചെയ്യാം, ഗ്യാരണ്ടി നൽകാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പം സൗബാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ മൗലയായിരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന അദ്ദേഹം ചോദിക്കാണ്, സഹാബി ചോദിക്കാണ്, ഖാല യാ റസൂലല്ലാഹ്, എന്താണ് ആ കാര്യം ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തസ്അലിന്നാസ ശൈഅൻ, ജനങ്ങളോട് ഒന്നും നീ ചോദിക്കരുത്, ആൾക്കാരോടൊന്നും ചോദിക്കാൻ പാടില്ല.
എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞതുകൊണ്ട്, ഈ ഹദീസ് കേട്ടത് കൊണ്ട് സൗബാൻ റളിയല്ലാഹുവിനെ പറ്റി മറ്റു സ്വഹാബികൾ പറയുകയാണ്, ഖാല ഫകാന സൗത സൗബാൻ യസ്ഖുതു വഹുവ അലാ ബഈരിഹി ഫയൻഹനീഹി ഹത്താ യഖുദഹു. അദ്ദേഹം ഒട്ടകപ്പുറത്തായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കോല് വടി എന്ത് ചെയ്യും? വീണുപോകും. അദ്ദേഹം ഒട്ടകത്തിന് താഴ്ത്തിയിട്ട് അതെടുക്കും. ഒരാളോട് പോലും എന്തില്ല ആ നിർത്തരുമെന്ന് പറയുമായിരുന്നില്ല. ലാ തസ്അലിന്നാസ ഷൈഅൻ. ആളുകളോട് ഒന്നും നീ എന്ത് ചെയ്യാതിരിക്കുക, ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്. ഇസ്അലില്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയും, വൈദാ സഅൽത ഫസ്അലില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ചോദിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടെങ്കിലും ആദ്യം പറയേണ്ടതാണ് അള്ളാഹിനോട്. നമ്മുടെ നാട്ടുകാരോടും പ്രയാസം, നമ്മുടെ കുടുംബക്കാരോടും വാപ്പാരോടും അല്ലെങ്കിൽ അളാപ്പാരോടും മൂത്താപ്പാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹിനോട് മാത്രം പറഞ്ഞിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു മുസ്ലിം ചെയ്യേണ്ടത്. വൈദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നതാണ്. മാത്രമല്ല അതിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ യസാലു റജുലു യസ്അലു الناس حتى يأتي يوم القيامة وليس في وجهه مزعة لحم. ആളുകൾ ഇതാ ജനങ്ങൾ ഇങ്ങനെ നാട്ടുകാരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹത്താ യഅതി യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ വരുമ്പോൾ വലൈസ ഫീ വജ്ഹിഹി മുസഅതു ലഹ്മിൻ, അവന്റെ മുഖത്ത് ഒരു മാംസകഷ്ണം പോലും ഉണ്ടാവില്ല. കാരണം എന്താണ്? ആൾക്കാരോട് ചോദിച്ചു അവന്റെ അഭിമാനമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷണത്തിൽ, അങ്ങനെ ഒരു ശിക്ഷയിലായിരിക്കും അവൻ എന്ത് ചെയ്യുക, അന്ത്യനാളിൽ എത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ശീലമാക്കി മാറ്റാൻ പാടില്ല. ഇന്ന് പലപ്പോഴും ആൾക്കാർ നാട്ടാറെ പൈസ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആൾക്കാരോട് കടം വാങ്ങിയാൽ പോരെ, ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുക. കടം വാങ്ങുക എന്നുള്ളത് എന്തല്ല, അത്ര തെറ്റായ കാര്യമല്ല. ആവശ്യത്തിനാണെങ്കിൽ, അനാവശ്യത്തിനാണെങ്കിൽ എന്താണ്, അത് തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കുണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല. ആർഭാടത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പാടില്ല. ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. പക്ഷെ ചോദിച്ചു വരുന്നവൻ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടിയാക്കറ്റാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ഹയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസാലകളാണ്. ഇതോടുകൂടി ഉദ്ഹയത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒട്ടുമിക്ക ആയത്തുകളും ഈ സൂറത്തിൽ കഴിഞ്ഞു. മറ്റ് സൂറത്തുകളിലും പ്രത്യുത രൂപത്തിൽ ഈ ഒരു വിഷയം സൂചിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുറാനിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്ന ഭാഗം സൂറത്തുൽ ഹജ്ജിലെ ഈ ആയത്തുകൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ഹയത്തിൻ്റെ ഹുക്മ് എന്ന് പറയുന്നത്. ഉദ്ഹയത്തിൻ്റെ ഹുക്മ് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ? സുന്നത്താണെന്നാണ് ഷാഫി മദ്ഹബിലേക്ക് അഭിപ്രായം. പക്ഷെ അനേകം പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനേകം പണ്ഡിതന്മാർ അത് നിർബന്ധമാണ്. അതിൽപ്പെട്ട ആളാണ് ആര്? ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അങ്ങനെയുള്ള ഒരു ദലീൽ, അതിലേക്ക് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അൽ ഉദ്ഹിയത്തു സുന്നത്തു മുഅക്കദത്തുൻ വഹുവ മദ്ഹബുൽ ജംഹൂർ, അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. അൽ മാലിക്കിയത്തു ഫിൽ മഷ്ഹൂർ, മാലിക്കി മദ്ഹബിലെ മഷ്ഹൂർ ആയിട്ടുള്ള അഭിപ്രായം അതാണ്. അതേപോലെ ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും മറ്റു പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ ഭൂരിഭാഗം പണ്ഡിതന്മാർ അത് സുന്നത്തു മുഅക്കദത്താണ് എന്നാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസാണ് അതിനുള്ള തെളിവ്. ഇതാ ദഖൽതൽ അശ്റു, അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കടന്നു വന്നാൽ, വൈദാ അറാദ അഹദുക്കും അൻ യുദഹി, നിങ്ങളിൽ ആരെങ്കിലും ഉദ്ഹിയത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ യമുസ്സ മിൻ ശഅരിഹി വബശരിഹി ഷൈഅൻ, പിന്നെ അവൻ എന്ത് ചെയ്യരുത്, രോമങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രവാചകന്റെ ഹദീസിൽ എന്താണ്, വ അറാദ അൻ യുദഹി, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഉദ്ഹിയത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ ആ അർത്ഥത്തിൽ പറഞ്ഞത്. എന്നാൽ നിർബന്ധമായിട്ടും ഉദ്ഹിയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്ക് കാണാൻ സാധിക്കും. അവർക്കും എന്തുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ചില തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആർക്കെങ്കിലും സാധിക്കുന്നു, ഉദ്ഹിയത്ത് കൊടുക്കാൻ സാധിക്കുന്നു, എന്നിട്ട് ഉദ്ഹിയത്ത് നിർവഹിച്ചില്ല, അങ്ങനെയാണെങ്കിൽ എന്തില്ല, നമ്മളെ നമസ്കാരത്തിലേക്ക് വരേണ്ടതില്ല എന്ന് പറയുന്ന ഗൗരവമായിട്ടുള്ള പ്രവാചകന്റെ താക്കീതിൽ നിന്നും ചില പണ്ഡിതന്മാർ അങ്ങനെയും ചില തെളിവുകൾ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഉദ്ഹിയത്ത് സുന്നത്താണെങ്കിൽ കൂടിയും നമുക്ക് കഴിവുണ്ടായിട്ട് നമ്മൾ ഉദ്ഹിയത്ത് ഒഴിവാക്കുക എന്നുള്ളത് എന്താണ്, വലിയൊരു പാപമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ക് കൂട്ടണം. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്, നമുക്ക് കടം വാങ്ങിയിട്ടെങ്കിലും ഉദ്ഹിയത്ത് അറക്കാൻ പറ്റുമെങ്കിൽ അതിൽ നമ്മൾ പങ്കുചേരണം.
കടം വാങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്കത് അടക്കാൻ പറ്റും. അടുത്ത മാസം ഒന്ന് സാലറി കിട്ടുമ്പോൾ ചിലപ്പോൾ അടക്കാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, അടക്കാൻ പറ്റും. നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ കടം വാങ്ങുന്നുണ്ട്. വീട്ടിൽ വെറുതെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അനാവശ്യത്തിന് നമ്മൾ കടം വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ നമ്മൾ കടം വാങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദുനിയാവിൻ്റെ പല ആവശ്യങ്ങൾക്കും കടം വാങ്ങുന്നുണ്ട്. ഇതൊരു സുന്നത്ത് ലഭിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അഥവാ നമുക്കത് വീട്ടാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ സാലറി കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ഇത് വീട്ടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ആ സുന്നത്ത് നേടിയെടുക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഉളുഹിയത്ത് അറുക്കേണ്ട മൃഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ ഒട്ടകത്തെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഒട്ടകമാണെന്ത് ഉളുഹിയത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പിന്നെന്താണ് പോത്ത്, പിന്നെന്താണ് ആട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന അഖീഖയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ആടാണെന്ത് അഖീഖയിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനുണ്ട് വലിൽ ഗുലാമി ശാത്താനി മുക്കാഫിഅത്താനി എന്നാണ്. ഒരു ആൺകുട്ടിക്ക് 2 ലക്ഷണമൊത്ത 2 ആടുകൾ, ഒരു പെൺകുട്ടിക്കാണ് വലിൽ ജാരിയത്തി ഷാത്തുൻ, ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഒരാടും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, പോത്തിനൊക്കെ അറക്കാവുന്നതാണ്. അതിന് മറ്റു ചില ഹദീസിന്റെ തെളിവുകളുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ആടെന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും എന്തെയ്ക്കണമെന്നില്ല, കിട്ടിക്കോണമെന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പോത്തിനാണെങ്കിൽ എങ്ങനെ എണ്ണം 7 കൂടിച്ചേരാൻ പാടില്ല. 2 വേണമെന്നോ? ഇല്ല, 2 വേണമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് 2 അറവ് വേണം, ആൺകുട്ടിയാണെങ്കിൽ 2 അറവ് വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഒരു പോത്തിനെ അറുത്താലും എന്താണ്, ഒരു ആൺകുട്ടിക്ക് ഒരു പോത്തിനെ അറുത്താലും അദ്ദേഹത്തിന് അഖീഖ നിർവഹിച്ചതായിട്ട് പറയാൻ പറ്റും. ഒരു പക്ഷേ അദ്ദേഹത്തിന് സുന്നത്ത് ചെറിയ രൂപത്തിൽ നഷ്ടപ്പെട്ടേക്കാം എന്നും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അഫ്ളൽ എന്താണ്, ആടാണെന്ന് മനസ്സിലാക്കുക. ഇല്ല, അത് പറ്റില്ല. അഖീഖത്ത് വേറെ, ഉളുഹിയത്ത് വേറെ. അഖീഖത്തിൽ ഒരിക്കലും ഷെയർ കൂടാൻ പാടില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. പക്ഷെ ഷാഫി മദ്ഹബ് പ്രകാരം എന്താണ്, ഷെയർ കൂടാവുന്നതാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വലിൽ ഗുലാമി അഖീഖ. അത് നമ്മളൊരു കുട്ടിക്കാണ് അൽ ഗുലാമു മർഹൂനും ബി അഖീഖത്തിഹി എന്നാണ്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശുക്രായിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ അഖീഖത്ത് അറക്കണം. അപ്പോൾ ഓരോ കുട്ടിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഖീഖത്ത് അറക്കുന്നത്. അതുകൊണ്ട് അതിൽ കൂടിച്ചേരാൻ പാടില്ല എന്നാണ്. പക്ഷേ ഷാഫി മദ്ഹബ് പ്രകാരം കൂടാമെന്നും, മാത്രമല്ല ഇപ്പോൾ ഒരാൾ പോത്തിനെ അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അയാൾ എന്താണ് ഇറച്ചി വാങ്ങാനാണ്, ഇറച്ചി മാത്രമേ അവർക്ക് വേറെ നീയത്തൊന്നുമില്ല. പക്ഷേ മറ്റേ ആളെന്താണ് അഖീഖത്താണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറ്റുമെന്നാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം. ഇതിൽ കൂടി ചേർന്നുള്ളൂ. അത് ഷാഫി മദ്ഹബിലെ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിലെ മദ്ഹബ് പ്രകാരം നമ്മൾ പറയണം, അല്ലെങ്കിൽ പിന്നീട് കൺഫ്യൂഷൻ വരും. ഉളുഹിയത്ത് അല്ല, അഖീഖത്ത് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരാനേ പാടില്ല എന്നാണ്. അതിലാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രമുഖ സലഫി പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ ഇബ്നു ബാസ് ആയാലും ഇബ്നു ഉസൈമീൻ ആയാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അത് ഞാൻ പറഞ്ഞു, അതാണ് പറഞ്ഞത്. അഖീഖന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കൂടിച്ചേരുന്ന സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഷാഫി മദ്ഹബ് പ്രകാരം എന്താണ്, അത് പറ്റും. ഓക്കെ. മറ്റേ അതിന് 2 കൂട്ടർക്കും ചെറിയ ചെറിയ തെളിവുകളുണ്ട്. പക്ഷേ തെളിവുകൾ ഏറ്റവും പ്രബലത്തിലുള്ളത് നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഓരോ കുട്ടിക്കും നമ്മൾ അവരുടേതായ രൂപത്തിൽ അഖീഖ അറക്കാനുള്ള, ഒരു ആടിനെ അറക്കാനുള്ള അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സീസൺ അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്കൊക്കെ എന്ത് ചെയ്യും, ആടിനെ കിട്ടാവുന്നതാണല്ലോ. അപ്പോൾ ആ നിലക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അഖീഖത്ത് ഓരോരുത്തർക്കും വെവ്വേറെ തന്നെ അറക്കാൻ ശ്രമിക്കുക. മാത്രമല്ല അത് ഇബ്രാഹിം അലൈഹിസ്സലാം ഉളുഹിയത്തായാലും എന്താണ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്. അതൊരെന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞത് എന്താണ്, ഇസ്മായിൽ നബിനെ അറക്കാനാണ്, ഒരു പോത്തിനെ അറക്കാനോ ആടിനെ അറക്കാനല്ല. എന്നിട്ട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാം അതിനെ ശിരസാ വഹിച്ചു, അതിനുവേണ്ടി തുനിഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫദൈനാഹു ബിദിബ്ഹിൻ അദീം, അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകിയതാണ് എന്ത്, ഈ ഉളുഹിയത്ത് അറക്കുക എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ അഖീഖ അറക്കുക എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സുന്നത്ത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ ഉളുഹിയത്ത് അറക്കുന്ന സമയത്തും അഖീഖത്ത് അറക്കുന്ന സമയത്തും അതിന് ബലിമൃഗത്തിനുണ്ടാകേണ്ട പ്രായമാണ്. അതൊക്കെ നമുക്കറിയാവുന്ന സംഗതിയായിരിക്കും. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികയണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികഞ്ഞ് 6ാമത്തെ വയസ്സിലേക്ക് കടക്കണമെന്നാണ്. പോത്താണെങ്കിൽ 2 വയസ്സ് തികഞ്ഞ് 3ാമത്തെ വയസ്സ് കടക്കണം. അപ്പോൾ ആ വിഷയത്തിൽ എന്തില്ല, പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫൊന്നുമില്ല.
പിന്നെ ആടാണെങ്കിൽ ചെറിയ വ്യത്യാസം, അതായത് കോലാടാണെങ്കിൽ ചെമ്മരിയാടാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട്, കോലാടാണെങ്കിൽ ചെമ്മരിയാടാണെങ്കിൽ 2 വയസ്സ് തികയണം, 3ാമത്തെ വയസ്സിലേക്ക് കടക്കണം പോത്തിനെ പോലെ. എന്നാൽ കോലാടാണെങ്കിൽ, ഇത് കോലാടും ചെമ്മരിയാടും എങ്ങനെ വേർതിരിക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്കറിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഹദീസുകളിലൊക്കെ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിന് സൂചനയുണ്ട്. യഥാർത്ഥത്തിൽ വയസ്സല്ല അതിൽ പരിഗണിക്കപ്പെടുന്നത്, അതിൻ്റെ മുൻപല്ലുകൾ നോക്കിയിട്ടും അത് കൊഴിഞ്ഞു പോകുന്ന കാലൊക്കെ നോക്കിയിട്ടാണ്. അത് പിന്നീട് എന്താണ്, ഈ വയസ്സിലാണല്ലോ പോവുക, അങ്ങനെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് വയസ്സിലേക്ക് അത് ചേർത്തപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അത് പറഞ്ഞു, പ്രായം പരിഗണിച്ചു. പിന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ്, ഉളിഹത്ത് അറുക്കുന്ന സമയത്തും അക്കീക്കത്ത് അറുക്കുന്ന സമയത്തും എന്ത് ചെയ്യാൻ പാടില്ല, ഈ മൃഗങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ, പ്രകടമായ രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള, അതായത് എന്താ പറയുക, വൈകല്യങ്ങളുടെ മൃഗമാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, പ്രവാചകൻ അറുക്കുന്നതാണ് അംലഹൈനി അക്റനൈൻ എന്നാണ്, ഷാത്തൈനി അംലഹൈനി അക്റനൈൻ, നല്ല കൊമ്പുള്ള, നല്ല വെളുത്ത, നല്ല ആട്ടുകുട്ടികളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുന്നത്. അക്കീക്കത്താണ്. മറ്റ് സ്വതക്കുകളിലും ഒക്കെയാണത്. ഇതിലിപ്പോൾ നമ്മൾ അക്കീക്കത്ത് ഇറക്കുന്നു. അപ്പം അന്ന് നമുക്ക് പോത്തിറക്കാൻ പറ്റി, ഇന്ന് നമുക്ക് ആടിറക്കാൻ പറ്റി. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ആടാണ് അഫ്ളൽ. ഒട്ടകം അക്കീക്കത്ത് ഇറക്കാൻ പറ്റും, ഉളുഹിയത്ത് ഇറക്കാൻ പറ്റുന്ന എല്ലാം അക്കീക്കത്ത് ഇറക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞു അഫ്ളൽ എന്താണ്, ആടാണ്. പിന്നെ അപ്പം അറക്കാൻ പറ്റില്ല. ഇല്ല, അപ്പം അറക്കാൻ പറ്റില്ല. 2 വയസ്സ് തികഞ്ഞതാണ് അറക്കാൻ പറ്റുക എന്നുള്ളതാണെന്ത്, അതാണ് പോത്തിൻ്റെ പ്രായം. അടുത്ത വർഷം ഇറക്കാലോ. അല്ല, അടുത്ത വർഷം ഇറക്കാലോ. നമുക്ക് അറക്കണം എന്നല്ല ചെയ്തു, ഈ വർഷം തന്നെ അറക്കണം. അപ്പം അങ്ങനെ ഈ വർഷം നമ്മൾ അറക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേറെ പോത്തിനെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, അറക്കണം. പ്രായം തികഞ്ഞ പോത്തിനെ വാങ്ങിയിട്ട് അറക്കണം. ഒട്ടകമാണെങ്കിൽ 5 വർഷം തികയും 6ാമത്തെ വയസ്സിലേക്ക് കടക്കുകയും ചെയ്യണം. പോത്താണെങ്കിൽ 2 വയസ്സ് തികയും 3ാമത്തെ വയസ്സിലേക്ക് കടക്കുകയും ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട സംഗതി എപ്പോഴാണ് ഉളിഹത്ത് അറക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന സംഗതിയാണെന്ത്, ഉളിഹത്ത് അറക്കേണ്ടത് നമസ്കാരത്തിന് ശേഷമാണ്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ഉളിഹത്ത് അറക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബറാഅ ഇബ്നു ആസിബ് എന്ന് പറയുന്ന സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. പ്രവാചകൻ പറയാണ്, ഇന്ന അവ്വല മാ നബ്ദഉ മിൻ യൗമിന ഹാദാ അൻ നുസല്ലി, ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം തുടങ്ങുന്നത് എന്താണ്, നിസ്കാരമാണ്. സുമ്മ നർജിഉ ഫനൻഹർ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മടങ്ങിയിട്ട് അറുക്കും. ഫമൻ ഫഅല ഹാദാ ഫഖദ് അസാബ സുന്നതന, ആരെങ്കിലും അങ്ങനെ ചെയ്താലേ നമ്മളെ സുന്നത്ത് എന്ത് ചെയ്തു, ഓന് കിട്ടി. വമൻ നഹറ ഫഇന്നമാ ഹുവ ലഹ്മുൻ യുഖദ്ദിമുഹു ലി അഹ്ലിഹി ലൈസ മിൻ നുസ്കി ഫി ഷൈഇൻ. എന്നാൽ അതിനു മുമ്പ്, ഉളിഹത്ത് നിസ്കരിക്കുന്നതിന് മുമ്പേ അതേ പോത്തെടുക്കുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ബലി അറുത്തുകയാണെങ്കിൽ എന്താണ്, അത് സുന്നത്തൊന്നല്ല, അതോനോ കുടുംബക്കാർക്കും വീട്ടുകാർക്കും അറുത്തു എന്ന് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ഹദീസിൽ, അത് ഹദീസ് ഉദ്ധരിക്കുന്നത് ബുഖാരിയാണ്. ബുഖാരിയും അതേപോലെ തന്നെ മുസ്ലിമിലും എന്തുണ്ട്, തത്തുല്യമായിട്ടുള്ള ഹദീസ് ഉണ്ട്. വഹൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദഹിയതൻ ദാത യൗമിൻ, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഉളിഹത്ത് അറുത്തു ഒരു ദിവസം. ഫൈദ ഉനാസുൻ ഖദ് ദബിഹു ദഹായാഹും ഖബ്ല സ്വലാ, അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കാരത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഉളിഹത്ത് അറുത്തിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മ അൻസറഫ റആഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹും ഖദ് ദബഹു ഖബ്ല സ്വലാത്ത്, പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്താണ്, പ്രവാചകന് മനസ്സിലായി ഇവർ എന്താണ് നിസ്കാരത്തിന് മുമ്പേ ഉളിഹത്ത് അറുത്തിട്ടുണ്ട്. ഫഖാല മൻ ദബഹ ഖബ്ല സ്വലാത്തി ഫൽയദ്ബഹ് മകാനഹ ഉഖ്റ, ആരെങ്കിലും എന്താണ് നിസ്കാരത്തിന് മുമ്പ് നിസ്കരിച്ചേക്കാണെങ്കിൽ അത് ഉളിഹത്തായിട്ട് കൂട്ടില്ല, പകരം ചെയ്യട്ടെ, ഇങ്ങനെ ഉളിഹത്ത് വേണമെങ്കിൽ വേറെ അറുത്ത് കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമസ്കാരത്തിന് ശേഷമാണ് ഉളിഹത്ത് അറക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഉളിഹത്തിന്റെ അവസാന സമയം എന്ന് പറയുന്നത് അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ചില ഒരു അഭിപ്രായമുണ്ട്, ആദ്യത്തെ 2 ദിവസം മാത്രമേ ഉള്ളൂ, അതായത് പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ 2 ദിവസം മാത്രമേ ഉള്ളൂ ഉളിഹത്ത് അറക്കാനുള്ള സമയം എന്ന് ചില പണ്ഡിതന്മാരിൽ അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഷാഫി മദ്ഹബിലെ അഭിപ്രായമൊക്കെ എന്താണ്, അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ, അവസാനം പറഞ്ഞാൽ മഗ്രിബ് വാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് ഉളിഹത്ത് അറക്കുവാനുള്ള സമയമുണ്ട്. അതിനുള്ള തെളിവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു മിനൻ മൻഹർ, മിനയിലുള്ള എല്ലാ സ്ഥലം എന്താണ്, ബലി അറക്കാൻ പറ്റിയ സ്ഥലമാണ്. വക്കുല്ലു അയ്യാമു തശ്രീഖ് ദബ്ഹുൻ, അതേപോലെ അയ്യാമു തശ്രീഖിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറക്കാൻ പറ്റും. അയ്യാമു തശ്രീഖിനെ പറ്റി പ്രവാചകൻ പറഞ്ഞ അയ്യാമു അക്ലിം വശുറുബിൻ വദിക്രിസ്മില്ല, അള്ളാഹുവിനെ സ്മരിക്കുകയും അതേപോലെ തീറ്റയുടെയും കുടിന്റെയും ദിവസമാണെന്ത്, അയ്യാമു തശ്രീഖ്, വലിയ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം അന്ന് എല്ലാ ദിവസം എന്താണ്, എല്ലാവർക്കും
ഉദയത്തിൻ്റെ അർച്ചയ്ക്ക് കിട്ടി, എല്ലാ വീട്ടിലും എന്തായിരിക്കും സമ്പുഷ്ടമായിരിക്കും. മാത്രമല്ല അന്ന് 3 ദിവസം എന്താണ് നോമ്പ് നോൽക്കുക പാടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുക കൂടെ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയ്യാമ അക്ലിമ ഷുർബ് എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പാടില്ല. വദിക്രിസ്മില്ല, അള്ളാഹുവിനെ ഓർക്കുകയും കൂടി ചെയ്യുന്ന ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ചർച്ചകളുണ്ട്. രാത്രി അറുത്താൽ അത് പൂർത്തീകരിക്കും, അവ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് അതിലെ അഭിപ്രായങ്ങൾ. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കേണ്ടതില്ല. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹുകുമ ഹൽക്കി ഷഅരി വ തഖ്ലീമിൽ അദ്ഫാർ ലിമൻ അറാദ യുളഹി. ഒരാൾ ഉളിഹത്ത് അറക്കാൻ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ അതേപോലെ തന്നെ നഖം ഇതൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഹുക്കും എന്താണെന്നുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഖൗലുൽ അവ്വൽ, ഇതിൽ 2 അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ യുഹ്റമു അലാ മൻ അറാദ യുളഹി, ഒരാൾ ഉളിഹത്ത് അറക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് ഹറാമാണെന്ത്, അവന്റെ രോമങ്ങളും അതേപോലെ തന്നെ നഖങ്ങളും നീക്കം ചെയ്യുക എന്നുള്ളത്. ഈ അഭിപ്രായമുള്ളവർ ആരൊക്കെയാണ്? ഇതാണ് ഹംബലി മദ്ഹബിലെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലും ചില പണ്ഡിതന്മാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം നവവിയൊക്കെ അദ്ദേഹത്തിന്റെ മജ്മൂ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ അഭിപ്രായമാണ് ആധുനിക സലഫി പണ്ഡിതന്മാരായ ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീനൊക്കെ എടുത്തുദ്ധരിക്കുന്നത്. അതേപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ചില ആളുകൾക്ക്, അതായത് സഈദ് ബിൻ മുസയ്യബ്, അതേപോലെ റബീഅ, അഹ്മദ് ഇസ്ഹാഖ് ബിൻ റാഹവൈ എന്ന് തുടങ്ങി ചില പണ്ഡിതന്മാർക്ക്, മുൻഗാമികളായ സലഫുകളിൽപ്പെട്ട താബിഈങ്ങളിലും തബഅ താബിഈങ്ങളിലും പെട്ട പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിനുള്ള കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹദീസ്, ഫലാ യമസ്സ മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഹത്താ യുളഹി. ഓണന്റെ രോമങ്ങളിൽ നിന്ന്, മുടിയിൽ നിന്ന് എടുക്കരുത്, വലാ മിൻ അദ്ഫാരിഹി, നഖങ്ങളിൽ നിന്നും എടുക്കാൻ പാടില്ല, ഹത്താ യുളഹി, ഉളിഹത്ത് അറക്കുന്നത് വരെ എന്നതാണ്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാ യമസ്സ എന്നാണ് പറഞ്ഞത്, ചെയ്യാൻ പാടില്ല. ഒരു കാര്യം പ്രവാചകൻ നിരോധിച്ചു കഴിഞ്ഞാൽ അത് ഹറാമിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണെന്ത് അടിസ്ഥാനപരമായിട്ടുള്ള കായിദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് നെഹീന്റെ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്നതാണ് ഉസൂലുൽ ഫിഖിലേക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കായിദ. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഇവരൊക്കെയും. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ മറ്റു ചില പണ്ഡിതന്മാർ എന്താണ്, അത് കറാഹത്താണ്, കറാഹത്ത് തൻസീഹ്, നമ്മളത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്തു വിചാരിച്ചെന്നില്ല, കുറ്റമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, അവർക്ക് അത്യാവശ്യം പ്രബലമായിട്ടുള്ള മറ്റൊരു ഹദീസ് അവരുടെ വിഷയത്തിലുണ്ട്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് പറയും, അദ്ദേഹത്തിന് ഈ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇത് ഹറാമാണെന്നുള്ള അഭിപ്രായം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് പറയുന്നത്, അങ്ങനെയല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് എന്താണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ എന്ത് ചെയ്ത, അബൂബക്കർ റളിയല്ലാഹു ഹജ്ജിന് പോയ സന്ദർഭത്തിൽ പ്രവാചകന്റെ ഒരു ഉരുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ കൊടുത്തയച്ചു. അപ്പൊ അതിൽ നിന്ന് വേറെ സംഗതി, ഹജ്ജിന് പോകുന്ന ആൾക്കാരെ അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഉളിഹത്ത് അറക്കാനുള്ള സംഗതിയെ കൊടുത്തയക്കാം എന്നും കൂടി അതിൽ നിന്ന് കിട്ടി. പക്ഷെ നമുക്കൊന്നും നടക്കൂല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇഹ്റാമിലുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരുന്നില്ല അന്നേ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അഥവാ ഇഹ്റാമുള്ള ആൾക്ക് എന്താണ്, ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പൊ പ്രവാചകൻ അങ്ങനെയല്ല ചെയ്തിരുന്നത് എന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്, താടിയും അതേപോലെ മറ്റു രോമങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ പ്രതിഫലം കളയരുത്. ഇനി അഥവാ ഹറാമാണെന്നുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ തെറ്റ് ചെയ്തതിന് തുല്യമായി. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ അത് ഇതൊക്കെ മുറിച്ച് നീക്കാതിരിക്കുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും പൈസ ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉളിഹത്ത് ഇറക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചു. അപ്പോൾ അത് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ, സമ്പൂർണ്ണമായ രൂപത്തിൽ തന്നെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഉദ്ഹിയത്ത് എങ്ങനെയാണ് വിഭജനം ചെയ്യേണ്ടത്. അതൊന്ന് നമുക്ക് ഫകുലു മിൻഹാ വതഇമുൽ ഖാനി വൽ മുഅ്തർ, നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷിക്കുക. പിന്നെ അതിൽ അത്യാവശ്യം സമ്പന്നരായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള എന്നാൽ പറയാത്ത ആളുകൾക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്കും കൊടുക്കുക. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്, ഇത് 3ആയിട്ട് വിഭജിക്കുക. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷിക്കാം. രണ്ടാമത്തെ എന്താണ്, ഹദിയയാണ്, നമ്മൾ കുടുംബക്കാർക്കും മറ്റ് ആളുകൾക്ക്, അയൽവാസികൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. മൂന്നാമത്തത് പാവപ്പെട്ടവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിൽ നമ്മൾ മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിശ്വാസികൾക്ക് ഉളുഹിയത്തിന്റെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു തെളിവൊന്നുമില്ല. അങ്ങനെ ഒരു ഹദീസോ അല്ലെങ്കിൽ ആയത്തിന്റെ തെളിവുകളോ ഒന്നുമില്ല. എന്നാൽ പണ്ഡിതന്മാർ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഇത് കൊടുക്കാൻ പറ്റുമോ പറ്റൂല എന്ന് പറയുന്ന അവരുടെ ഇജ്തിഹാദി ആയിട്ടുള്ള അഭിപ്രായമാണ്. അതിൽ ഷാഫി മദ്ഹബിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം ഷാഫിക്ക് തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളത് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
എന്നാൽ ഇമാം നവവി എന്ന് പറയുന്നുണ്ട് എന്ത്? ഇമാം നവവി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫിയാണ്, അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്ത്? എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, അവിശ്വാസികൾക്ക് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. എങ്കിലും ഷാഫി മദ്ഹബിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ സലഫി പണ്ഡിതന്മാരായ ഇബ്നു ഉസൈമിൻ, ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലെ മറ്റ് പണ്ഡിതന്മാരൊക്കെ എന്താണ്, അത് കൊടുക്കാവുന്നതാണ്, അത് പ്രശ്നമൊന്നുമില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അത് നോക്കിക്കാണുന്ന രൂപമാണ്. ഒന്ന് എന്താണ്, അത് ഹദിയ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഹദിയ കൊടുക്കാം. ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനമാണ്. അപ്പൊ സമ്മാനം നമുക്ക് എന്ത് ചെയ്യാം, ഹർബി അല്ലാത്ത, നമ്മോട് യുദ്ധം ചെയ്യാത്ത, നമ്മളെ പ്രയാസപ്പെടുത്താത്ത ഒരു അമുസ്ലിമിന് നമുക്ക് കൊടുക്കാവുന്നതാണ് സമ്മാനങ്ങളൊക്കെ. അപ്പൊ ആ അർത്ഥത്തിൽ ഉലുഹിയത്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ മറ്റു പണ്ഡിതന്മാർ നോക്കിക്കാണുന്നത് എങ്ങനെ, ഇതൊരു ആരാധനാ കർമ്മമാണ്. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം എന്നാണ്. അവരിലെ സമ്പന്നരിൽ നിന്ന് അവരിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സംഗതിയാണെന്ത്, സക്കാത്ത്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു ആരാധനാ കർമ്മം എന്നുള്ള നിലയ്ക്ക് ഇതെന്ത് ചെയ്യേണ്ടതില്ല, അവിശ്വാസികൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരാണെന്ത്, ഷാഫി മദ്ഹബിലെ മറ്റു പണ്ഡിതന്മാർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലിസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ അവിശ്വാസികളെയും അമുസ്ലിങ്ങളെയും എന്ത് ചെയ്യേണ്ടതില്ല, കൂട്ടേണ്ടതില്ല. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ കൊടുക്കുന്ന സമയത്ത് പാവപ്പെട്ട ഒരു വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഒരു അവിശ്വാസിയായിരിക്കും, അവരിങ്ങനെ പാവപ്പെട്ടവരായിരിക്കും. അപ്പൊ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പൂതി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഗണിച്ചുകൊണ്ടൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഷാഫി മദ്ഹബാണ് പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ അഭിപ്രായം സ്വീകരിക്കാം. അല്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അറക്കുന്ന സമയത്ത് പിന്നെ അത് വിതരണം ചെയ്യുന്ന സമയത്ത് ആളുകൾക്കിടയിൽ എന്ത് ചെയ്യും, മറ്റ് കശപിശം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് രണ്ടു കൂട്ടർക്കും തെളിവുകളില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിലെ മദ്ഹബ് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്ന്, ഈ ഉലുഹിയത്തെ കറക്കാന്ന് പറഞ്ഞാൽ പോത്തിനെ കറുത്ത് ചോര ചിന്തി ഈ ജാതി പരിപാടിയൊന്നും വേണ്ട, പകരം നമ്മൾ എന്ത് ചെയ്യുക, പൈസ കൊടുക്കുക, പൈസ കൊടുത്താൽ മതി. എന്താ ഇപ്പം എന്തിനാ ആൾക്കാർക്ക് ഇറച്ചിന് കൊടുക്കുന്നില്ല? ഇതൊരിക്കലും എന്തല്ല, അതൊരിക്കലും ഇസ്ലാമികമായിട്ടുള്ള ഒരു അഭിപ്രായമേ അല്ല. അത് ചില ആധുനികരായിട്ടുള്ള മോഡേണിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് ലിബറലിസ്റ്റുകളുടെ ആശയങ്ങളെ കുടിയേറിക്കൊണ്ട് ആളുകൾ വന്നു തീർന്ന ഓരോ അഭിപ്രായങ്ങളാണ്. അതൊന്നും എന്തല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു നിലയും വിലയും ഇല്ലാത്ത അഭിപ്രായമാണ്. എന്നല്ല, ഉലുഹിയത്ത് എന്നുള്ളത് മശ്റൂ ആണ്, അത് ഇസ്ലാമിൽ പ്രബലമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള വിഷയത്തിൽ ഇജ്മാഅ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് എന്താണ്, ഇതിനുള്ള കാരണം എന്താണ്, നമ്മൾ പറയാനുള്ള കാരണം ഈ ചോരർക്ക് അതൊക്കെ ഒരു മൃഗീയതയല്ലേ എന്നാണ് അവരുടെ അഭിപ്രായം. ഒന്നാമത്തെ സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചു, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് മൃഗങ്ങളെയും സൃഷ്ടിച്ചത്. അപ്പം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചെയ്താൽ മതി, മൃഗങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ആരുടെ വിഷയത്തിലാണ്. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, അത് മുസ്ലിമീങ്ങൾ കാലാകാലങ്ങളായിട്ട് നിർവഹിച്ചു പോരുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ത്, മൃഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പൈസ കൊടുത്താൽ അതാണ് എനിക്ക് എന്ത് സൗകര്യം, മറ്റു ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഉരുവിനെ വാങ്ങി അതിനെ അറുത്ത് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ആ സാധാരണഗതിയിൽ ആരാണ് ഈ ഉരുക്കളെ, ഈ കന്നുകാലികളെയും അതേപോലെ ഒട്ടകങ്ങളാണെങ്കിലും ആരാണ് ഇതിനൊക്കെ നോക്കി നടത്തുക? പാവപ്പെട്ട കർഷകരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിക്കാനുള്ള ഒരു കാരണമാണ്. പാവപ്പെട്ട ആൾക്കാരായിരിക്കും, പിന്നെ വലിയ വലിയ പൈസക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും പൊതുവെ പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് ഇതൊരു, ആ അർത്ഥത്തിൽ അവരൊരു ആണെങ്കിൽ എന്താണ്, ഒരു 5-6 മാസം മുമ്പ് ഒരു ഉരുവിനെ വാങ്ങിയിട്ട് അതിനെ വളർത്തി വലുതാക്കി ഇത് വിൽക്കാൻ കൊടുത്താൽ അവർക്ക് ലാഭം കിട്ടുന്ന സംഗതിയാണ്. അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ഉയരും. അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, ഇത് നമ്മൾ വിതരണം ചെയ്തിട്ട് ആർക്കിനി കൊടുക്കുന്നത്, പാവങ്ങൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് വീണ്ടും അവർക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ, നമ്മൾ പാവങ്ങൾക്ക് പൈസ കൊടുത്താൽ ഓൾക്ക് എന്ത് ചെയ്യുക, അതുപോലെ ഇഷ്ടത്തിന് ഡ്രസ്സ് വാങ്ങാനോ അല്ലെ കുട്ടികളെ പഠിപ്പിക്കാനോ ഒക്കെ ചെയ്യാലോ. അപ്പോൾ നമ്മൾ എന്തിനാ ഇറച്ചി കൊടുത്തിട്ട് വല്ല കൊണ്ട് തീറ്റിപ്പിക്കണമെന്നാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിങ്ങനെ ഇറച്ചി വിതരണം ചെയ്യുക എന്ന് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്. 63 സ്വന്തം കൈകൊണ്ടും ബാക്കി എന്ത് ചെയ്തു, അലി റളിയല്ലാഹുവിനോട് അർത്ഥം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, അന്ന് മദീനത്ത് എന്താണ്, പാവങ്ങളുണ്ടായിരുന്നു, അന്ന് പൈസ കൊടുത്താൽ മദീന പ്രവാചകന്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അങ്ങനെയല്ല, ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചില ആധുനികരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ ഫൈദാ വജബത് ജുനൂബുഹാ. അതിലൊരു കാര്യം കൂടി വിട്ടുപോയി, ഫൈദാ വജബത് ജുനൂബുഹാ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് അവരുടെ പാർശ്വങ്ങൾ വീണു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പാർശ്വങ്ങൾ വീണ് കഴിഞ്ഞാൽ എന്നുള്ളതിന് പണ്ഡിതന്മാർ മറ്റൊരു വിവക്ഷ നൽകിയത് ഇതിൻ്റെ ജീവൻ പൂർണ്ണമായും കഴിഞ്ഞു പോയാലെന്നാണ്. ഇതിൻ്റെ ജീവൻ പൂർണ്ണമായും കഴിഞ്ഞു പോയാൽ ഒരു വസ്തുവിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിലുണ്ട്, ഒരു വസ്തുവിൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ മാംസങ്ങൾ ചെത്തിയെടുത്താൽ അത് മൈത്തത്താണ്, അത് ശവം പോലെയാണ്, അത് നമുക്ക് ഹറാമാണ്, ശവം നമുക്ക് ഹറാമാണല്ലോ. അതേപോലെ ജീവിച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ, അത് ഇങ്ങനെ പോലുള്ള മൃഗങ്ങളായിരിക്കട്ടെ, നമുക്ക് ഭക്ഷണയോഗ്യമായിട്ടുള്ള മൃഗങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാംസം നമ്മൾ ചെത്തിയെടുത്താൽ എന്താണ്, അത് ഹറാമാണ്. അതുകൊണ്ട് ഇതുപോലെ അറുക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും ജീവൻ പൂർണ്ണമായി പോയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ, അതിൻ്റെ മാംസം ഹലാലാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കോഴിപ്പീടിയിലൊക്കെ ശ്രദ്ധിക്കണം. ഇത് കോഴിപ്പീടിയിലൊക്കെ അറുത്ത് വേഗം നമ്മൾ തന്നെ നിർബന്ധം കൂട്ടുന്നത്, അടുത്താൾ ഇനിയിപ്പോൾ ജീവൻ പോകാൻ നിൽക്കൊന്നും വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതേപോലെ തന്നെ ഉദ്ഹയത്തിൻ്റെതും നമ്മൾ അതിൻ്റെ ജീവൻ പോയി എന്ന് പൂർണ്ണമായി ഉറപ്പ് വരുത്തിയാൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളതിനെ ഭക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോഴേ അത് നമുക്ക് ഹലാലാവുകയുള്ളൂ എന്ന് ഈ ആയത്തിൻ്റെ ഈ ഒരു ഭാഗത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായും കാണാൻ സാധിക്കും. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വൽ ബുദ്ന ജഅൽനാഹ ലക്കും മിൻ ശആഇരില്ല, കന്ന് മൃഗങ്ങളെ ഇതേപോലെ ബലിമൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അറുക്കുന്ന സമയത്ത് എന്താണ്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈഇൻ ഫൈദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ഒരു ഉരുവിനെ അറുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ല മാന്യമായ രൂപത്തിൽ എന്ത് ചെയ്യണം, അറുക്കണം. അതാ കത്തിയൊക്കെ മൂർച്ചം കൂട്ടിയിട്ട് അതിനെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ, അതിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അറക്കണം. മാത്രമല്ല ഇത് അറുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ അതിൻ്റെ കാലൊക്കെ കെട്ടയച്ച് കൊടുത്തിട്ട് അതിന് യഥാർത്ഥ രൂപത്തിൽ ജീവൻ പോകാനുള്ള സംവിധാനവും സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇതൊക്കെ അതിൻ്റെ ആദാബുകളിൽ പെട്ടതാണ്, അതിൻ്റെ മര്യാദകളിൽ പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജീവിയെയും പ്രയാസപ്പെടുത്തുവാൻ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വൃത്തിയോടുകൂടി കൃത്യതയോടുകൂടി എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ രൂപത്തിൽ, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. അതാണ് പ്രവാചകൻ പറയുന്നത്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനിനെ പൂർണ്ണമായ രൂപത്തിൽ, അതിൻ്റെ എന്താ പറയുക, നമ്മൾ പുതിയ ഏറ്റവും കൂടുതൽ അക്യുറസിയോടുകൂടി പെർഫെക്ഷനോടുകൂടി ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ ഉദാഹരണം പറയുന്നുണ്ട്, ഫൈദ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ എന്ത് ചെയ്യണം, അറുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ അറുക്കുക. എങ്ങനെങ്കിലും ഏതായാലും ചാവല്ലേ, ഏതായാലും അറുക്കല്ലേ എന്ന് കരുതിയിട്ട് എങ്ങനെങ്കിലൊക്കെ എന്ത് ചെയ്യരുത്, അറുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെനിക്കറിയില്ല, അത് അറുക്കുന്ന ആളുകളോട് ചോദിക്കണം. കത്തിരിക്കെന്ന് പറയുമ്പോൾ മൂർച്ച പോകുന്ന അതുകൊണ്ടായിരിക്കാം. ഒറ്റ ഇതിലാണ്, അതായിരിക്കാം. അങ്ങനല്ലേ, വെക്കുന്ന സമയത്ത് ഒറ്റ ഇറക്കാൻ പറയുന്നത് പിന്നീട് അതിന് പ്രയാസം ഉണ്ടാവില്ലേ, കുറച്ച് ജീവൻ പോയി പിന്നെ പടഞ്ഞ് പിന്നെ അത് എങ്ങനെ നീച്ചു പോയാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാവുന്നതാണ്. അത് നമ്മൾ ഉദ്ഹിയത്തിന് നിയ്യത്ത് വെച്ചതിന് ശേഷം, അത് ദുൽഹിജ്ജ 1 മുതൽ, ദുൽഹിജ്ജ 1 മുതലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ദുൽഹിജ്ജ 2-ന് ഒരാൾ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ, ഓക്കെ. ദുൽഹിജ്ജ 3-നാണെങ്കിൽ അന്ന് മുതൽ. പക്ഷെ ആദ്യം നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ദുൽഹിജ്ജ 1 മുതൽ, ഓക്കെ. പിന്നെ അത് അറുക്കുന്നത് വരെയാണ്, അതായത് പെരുന്നാൾസ്കാരം കഴിഞ്ഞ വരെ എന്നല്ല. അടുത്ത ആയത്തിലേക്ക് പോകാം. അത് ഞാനൊന്ന് പാരായണം ചെയ്യാം, പിന്നീട് അതിൻ്റെ തജ്വീദ് നിയമങ്ങൾ പറയാം, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പാരായണം ചെയ്യാം. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. ഇവിടെ ലൻ യനാൽ അല്ലാഹ എന്ന് പറയുമ്പോൾ നൂനിന് സുക്കൂന് യാവുന്നു. അപ്പോൾ നമ്മൾ ഇഖ്ഫ ആണ്, നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് പറയണം. ലൻ യനാല എന്ന് പറയാൻ പാടില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൻ യനാല ലുഹൂമുഹ, പിന്നെ ലൻ യനാല അള്ളാഹാനാണ്. ചില ആൾക്കാർ ഓതുമ്പോൾ അള്ളാഹു എന്ന് ഓതും, അപ്പോൾ അതൊരിക്കലും എന്തല്ല, ശരിയല്ല, അത് അർത്ഥം മാറിപ്പോകും പെട്ടെന്ന്. ലുഹൂമുഹ വല ദിമാഉഹ, ദിമാഉഹ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം, 6 അനക്കം വരെ നീട്ടണം. ഞാൻ ഓതിയപ്പോഴും 6 അനക്കം നീട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 6 അനക്കം നീട്ടൽ എന്താണ്, അതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അവിടെ ഒന്നും പിന്നെ പറയത്തക്ക മിൻകും എന്നുള്ളിടത്തും എന്താണ്, ഇഖ്ഫ ആണ്, നമ്മൾ മിൻകും എന്നാണ് പറയേണ്ടത്, ചെറിയൊരു മണിക്കലോട് കൂടി. കദാലിക സഖറഹ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അവിടെ ഒന്നും പ്രത്യേകിച്ച് എന്തില്ല, തജ്വീദ് നിയമങ്ങളൊന്നുമില്ല. ഇനി എൻ്റെ കൂടെ പാരായണം ചെയ്യാം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم. لن ينال الله لحومها ولا دماؤها ولكن
كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അപ്പം ഇതിന് നേർക്ക് നേരെയുള്ള അർത്ഥം പറയാം, എന്നിട്ട് അതിൻ്റെ വ്യത്യസ്ത മസാലകൾ പറയാം. ലൻ യനാല അല്ലാഹ, അള്ളാഹുവിൽ എത്തിച്ചേരുകയില്ല, ലുഹൂമുഹ അതിൻ്റെ മാംസം, വലാ ദിമാഉഹ അതിൻ്റെ രക്തം, വലാക്കിൻ പക്ഷെ എന്താണ്, യനാലുഹു അള്ളാഹുവിന് എത്തിച്ചേരുന്നത് അത്തഖ്വാൻ മിൻകും നിങ്ങളിൽ നിന്നുള്ള ഹൃദയശുദ്ധി. തഖ്വയാണ് എന്ത് ചെയ്യുക, അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുക. കദാലിക സഖറഹ ലക്കും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. സഖറഹ എന്ന് പറഞ്ഞാൽ അതിനെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ. എന്തിനു വേണ്ടിയിട്ട്, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി, നിങ്ങൾ ഇസ്ലാമിലേക്ക് ആക്കി തന്നില്ലേ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലാൻ വേണ്ടിയിട്ട്. വബശ്ശിരിൽ മുഹ്സിനീൻ, നിങ്ങൾ മുഹ്സിനായ ആളുകൾക്ക്, ഏറ്റവും സൽക്കർമ്മം ചെയ്യുന്ന സുഹൃതരായ ആളുകൾക്ക് നീ എന്ത് ചെയ്യുക, ബശാറത്ത് നൽകുക, സന്തോഷവാർത്ത നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അപ്പം ഇതേപോലെ വേറൊരു ആയത്ത് കൂടി ഖുർആനിൽ പറയുന്നുണ്ട്. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخرى يريد الله بكم اليسر ولا يريد بكم العسر ولتكبروا الله على ما هداكم ولعلكم تشكرون ولتكبروا الله على ما هداكم. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനുമായി ബന്ധപ്പെട്ട് ഈദുൽ ഫിത്റിന്റെ സന്ദർഭത്തിൽ പറഞ്ഞത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. രണ്ടാമത് പറയുന്നത് എന്താണ്, ഇവിടെ പറയുന്നത് കദാലിക സഖറഹ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വബശ്ശിരിൽ മുഹ്സിനീൻ. അതെന്താണ്, ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, എന്തിനാണ് നമ്മൾ ഈ വലിയ പെരുന്നാളാകുമ്പോൾ നാടൊട്ടുക്കെ തക്ബീറുകൾ ചൊല്ലുന്നത്? അതിനുള്ള ഉത്തരം ഈ രണ്ടായത്തുകളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിദായത്തിന്റെ പേരിലാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈദുൽ ഫിത്റിന്റെ വിഷയത്തിൽ അവിടെയും പറഞ്ഞു, ഈദുൽ അദ്ഹയുടെ വിഷയത്തിൽ ഇവിടെയും പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ വെച്ചാൽ, അള്ളാഹുക്ക് പൈസ തന്നു, ബിസിനസ്സൊക്കെ എന്തെല്ലാം വളർന്നു, കുടുംബം മക്കൾക്കൊന്നും അൽഹംദുലില്ലാഹ് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. പക്ഷെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്താണ്. ഒരുപക്ഷെ നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒന്ന്, നമ്മളൊക്കെ മുസ്ലിമായി ജനിച്ചു. മാത്രമല്ല നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കപ്പെടുന്നത് എന്താണ്, മതമേതായാലും മനുഷ്യൻ നന്നാ മതി, ഏത് മതമായാലും കുഴപ്പമൊന്നുമില്ല, മനുഷ്യന്മാർ നന്നായി മതി എന്നാണ്. മാത്രമല്ല പുതിയ കാലഘട്ടത്തിൽ സർവ്വമത സത്യമാണ്, എല്ലാ മതങ്ങളും സത്യമാണ്, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിബറൽ ആശയങ്ങളും മറ്റു യുക്തിവാദ ആശയങ്ങളും മനസ്സിലേക്ക് നമ്മൾ അറിയാതെ പോലും കടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷെ നമുക്ക് ഹിദായത്തിന്റെ വില മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കുഫാറുകൾ, അവിശ്വാസികൾ, സത്യനിഷേധികൾ, ബഹുദൈവ ആരാധകർ അവർ ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം വരും, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങളൊന്നും മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന്. ആ അന്ത്യനാളിനെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, റബ്ബെ നീ എനിക്ക് നൽകിയ ഏതേത് അനുഗ്രഹത്തെക്കാളും വലുതെന്താണ്, ഇസ്ലാമാകുന്ന മഹത്തരമായ ഹിദായത്താകുന്നു. അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നയിച്ചു. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാമിലേക്ക് നമ്മളെ നയിച്ചു, തൗഹീദിലേക്ക് നമ്മളെ നയിച്ചു. മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുവാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആ അർത്ഥത്തിൽ നമ്മൾ നന്ദി കാണിക്കണം. അതിനുള്ളൊരു രൂപമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബലി പെരുന്നാളുകളിൽ തക്ബീറുകൾ മുഴക്കുവാൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ ബലി പെരുന്നാളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബലി പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളാണെങ്കിലൊക്കെ എന്ത് ചെയ്യണം, തക്ബീർ ചൊല്ലുമ്പോൾ ആ ഇസ്ലാമിൻ്റെ മഹത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ ആ ഒരു നന്ദിയും കൂറുമൊക്കെ നമ്മുടെ മനസ്സിൽ അതേപോലെ നമ്മുടെ ചിന്തകളിലും ഉണ്ടാവണം എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. നമ്മുടെ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അള്ളാഹുവിലേക്ക് അതിൻ്റെ മാംസവും രക്തവും എന്തില്ല, എത്തിച്ചേരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അറബികൾക്കിടയിൽ അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നത് അള്ളാഹ്ക്ക് ഈ രക്തം മാംസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, കഅബയിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ രക്തമൊക്കെ ഇങ്ങനെ തേക്കും, അതേപോലെ മാംസമൊക്കെ തേക്കും. ഇത് കേട്ടിട്ട് ഇത് കണ്ടിട്ട് ചില മുസ്ലിമീങ്ങൾ പറയായിരുന്നു, ഞങ്ങളാണെന്ത് അതിന് ഏറ്റവും യോഗ്യര് എന്ന് ചില മുസ്ലിമീങ്ങൾക്ക് ഒരു ധാരണ വന്നിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ധാരണകളെ എന്താണ് ഒറ്റടിക്ക് തിരുത്താണ്. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അള്ളാഹ്ക്ക് നിങ്ങളുടെ ഈ രക്തവും ചോര അതൊന്നുമല്ല വേണ്ടത്, വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അള്ളാഹുലേക്ക് എത്തിച്ചേർന്ന ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ, അള്ളാഹുലേക്ക് നിങ്ങളുടെ നല്ല വാക്കുകൾ, നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക്
ഉയർന്നു പോകും. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ അംവാലിക്കും. അള്ളാഹു നിങ്ങളുടെ ഈ രൂപങ്ങളിലേക്കും മറ്റ് വേഷങ്ങൾ നിങ്ങൾ തൊപ്പിൻ താടിയൊക്കെ വെച്ച് നടക്കുന്നതല്ല. വലാ അംവാലിക്കും, നിങ്ങൾക്ക് കുറേ സമ്പത്തൊക്കെ ഉണ്ട്, പൈസ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതൊന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുക. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തെക്കുവയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. തട്ടം വിടുന്നതിനെതിരെ പറയുന്നത് അതിൽ മറുപടി സിമ്പിളാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിലേക്കല്ല നോക്കുന്നത്. അപ്പോൾ നമ്മൾ തട്ടയച്ചിട്ടാൽ എന്താണ്? ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തിന്മയും പറയാം. ഒരാൾ വ്യഭിചരിക്കുന്നു, നിങ്ങൾ എങ്ങനെ അള്ളാഹു ഞാൻ വ്യഭിചരിക്കണമാണോ നോക്കണം, എൻ്റെ കൽബിലേക്കല്ല നോക്കുന്നത് എന്ന് പറയാം. നമുക്ക് അള്ളാഹു അതിനാണ് നമ്മൾ മുമ്പ് പറയുന്നത്, വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. നമ്മൾ തഖ്വ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും? ബഹിസ്ഫുരണങ്ങൾ ഉണ്ടാവും, പ്രകടനങ്ങൾ ഉണ്ടാകും. അതിന് പുറത്തേക്ക് വരും. അത് അല്ല നമ്മളിത് ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചേക്കുന്ന സംഗതിയാണോ? അല്ല, അതിനുള്ള പ്രകടനങ്ങൾ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ഉണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും എല്ലാ നന്മകളിലും മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വാദങ്ങൾക്ക് എന്തില്ല. അതിപ്പോൾ ഏത് തിന്മയും പറ്റി പറയാം, ആർക്കും പറയാം. ഒരാൾ എന്ത് കാര്യം ചെയ്ത് കിട്ടി പറയാം, എന്താ അള്ളൻ്റെ കൽബിക്കൽ നോക്കണം, എൻ്റെ കൽബിൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ അതെന്തില്ല, ഒരു കോടതി പോലും അംഗീകരിക്കുന്നില്ല. ഒരാൾ കട്ടെടുത്തിട്ട് വരാണെന്ത്, ഞാൻ നല്ല ഉദ്ദേശത്തിൽ എൻ്റെ മക്കളൊക്കെ തീറ്റി പോറ്റണ്ടേ, കോടതി അംഗീകരിക്കുമോ? ഇല്ല. അതോ അവൻ്റെ ഉദ്ദേശം എന്തല്ല, ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ഹറാമു യബ്ഖാ ഹറാമൻ വലൗകാന നാവിയഹു ഖൈർ. ഓ ഉദ്ദേശം എന്താണ്? നവായഹു ഖൈർ. ഓ ഉദ്ദേശം, അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നന്മയാണ്. അതുകൊണ്ടൊന്നും കാര്യം ഹറാം യബ്ഖാ ഹറാമൻ, ഹറാമായിട്ട് തന്നെ ഇരിക്കും, ചെയ്തത് അതിനുള്ള കുറ്റം അവൻ ലഭിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല നോക്കുന്നത്, നമ്മുടെ തഖ്വയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അറബികൾക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ചോരയും രക്തമൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ കൽപ്പിച്ചത് എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരുത്തി കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ദാരിയത്തിൽ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖി വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു മാ ഉരീദു മിൻഹും റിസ്ഖിൻ, അവരിൽ നിന്ന് ഒരു റിസ്ക്കൊന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർ അല്ലാഹ്ക്ക് ഭക്ഷണം നൽകണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഇത് ഇസ്ലാമിനെയും മറ്റു മതങ്ങളെയും വേർതിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റു മതങ്ങളിലൊക്കെ എന്താണ്? ഈ നേർച്ചയ്ക്ക് കാണിക്ക വെക്കുക, അത് വെക്കുക, ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം ശബരിമലയിലൊക്കെ എന്താ സ്വർണം വെച്ചാൽ അതൊക്കെ ആരാ അടിച്ചു മാറ്റി ഇങ്ങനെ കൊടുക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇതൊരിക്കലും ഇസ്ലാമിലില്ല. നമ്മൾ അള്ളാഹ്ക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്ന സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ പള്ളി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സാധനം ഇങ്ങനെ വെക്കുക, എന്നിട്ട് ആൾക്കാരിങ്ങനെ എന്തെങ്കിലും കാട്ടുക, അതൊരു നായ്ക്കും നരിക്കുമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നശിച്ചു പോകുന്നൊരവസ്ഥ ഇസ്ലാമിലില്ല. ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഇസ്ലാമിൽ തൗഹീദില്ലാത്ത മറ്റ് സൂഫിയാക്കളുടെ അവസ്ഥ എന്താണ്? അവരെ അവസ്ഥ ഇങ്ങനെ നേർച്ചയിൽ കൊണ്ട് പെട്ടിയിലിടുക, പൈസ ഇടുക. ഇതൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത്? ഓല് അടിച്ചു മാറ്റുക എന്നല്ലാതെ, ജാറത്തിൻ്റെ ആൾക്കാർ ഇത് അടിച്ചു മാറ്റുക എന്നല്ലാതെ, നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുക, ജാറത്തിൽ പൈസ ഇടുക, ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൽപ്പിക്കുന്നതിനാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ പാവങ്ങൾക്ക് പൈസ കൊടുക്കുക. നമുക്ക് കൊടുക്കണ ആർക്കാണ്? പാവങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളിയത്ത് ഇറക്കുമ്പോൾ അല്ലാഹുമ്മ മിൻക വലക്, നിന്നിൽ നിന്ന് നിന്നിലേക്ക്, നിന്നിൽ നിന്ന്. ഈ പൈസ കിട്ടിയത് എവിടുന്നാണ്? അള്ളാഹിൻ്റെ അടുത്തു നിന്നാണ്. നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ്? അള്ളാഹുവിലേക്കാണെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരിലേക്കാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു അത്യുന്നതമായിട്ടുള്ള മഹനീയമായിട്ടുള്ള ആശയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരു സംഗതി കൂടിയുണ്ട്. മറ്റു മതങ്ങളിലൊക്കെ അവരുടെ ദൈവത്തെ നിലനിർത്തണമെങ്കിൽ പൈസയ്ക്ക് ചിലവുണ്ട്. അവരുടെ ദൈവത്തെ നിലനിർത്തണമെങ്കിൽ പൈസയ്ക്ക് ചിലവുണ്ട്. കാരണം ഒരു ദൈവത്തെ വാങ്ങണമെങ്കിൽ ഇപ്പം നല്ല മോഡലുള്ള ദൈവമാണെങ്കിൽ എന്താണ്, കുറച്ച് പൈസ ചിലവാക്കണം. അതിന് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഗണപതി മറ്റേ രൂപത്തിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പൈസ ആകും. ഇതേപോലെ തന്നെ ജാറ, അതൊന്നും വലിയ മോടി കൂട്ടി നല്ല കാണാൻ വരുമ്പോൾ മൊഞ്ചൊക്കെ വേണമെങ്കിൽ അതിനും പൈസയ്ക്ക് ചിലവുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ നിർമ്മിക്കുകയോ അള്ളാഹുവിന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളെന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ ആരാധിക്കുകയാണ് വേണ്ടത്. പാവപ്പെട്ടവർക്കും നമ്മളിൽ തന്നെ പ്രയാസപ്പെടുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏതായാലും നമ്മൾ അഞ്ചിനും മറ്റു പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കണം. അതിന് അള്ളാഹു പ്രതിഫലം നൽകുന്നു എന്നതാണ്. എന്ന ഒരു ഇസ്ലാമിൻ്റെ മഹത്തരമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള ഒരു ആശയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ലോജിക്കലായി മാറുന്നത്. യുക്തിഭദ്രമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുക്തിഭദ്രമാണ് കാര്യങ്ങൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മൊത്തത്തിൽ സ്വതക്കയെ പറ്റിയും സക്കാത്തിനെ പറ്റിയും പറയുമ്പോൾ ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഘടന എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തിൽ ആരൊക്കെ ഉണ്ടാവുക? സമ്പന്നരുണ്ടാവും, ദരിദ്രരുണ്ടാവും. സമ്പന്നരായ ആളുകളിൽ നിന്ന് സമ്പന്നരായ ആൾക്കാർ, പൈസക്കാരെന്ത് ചെയ്യാണ്? പാവങ്ങളുടെ പൈസ ലൂട്ട് ചെയ്യുന്ന, അത് അടിച്ചു മാറ്റുന്ന ഒരു രൂപമാണെന്ത്? പലിശ എന്ന് പറഞ്ഞാൽ. ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പൈസ എത്ര പൈസ ഇരട്ടി തന്നാൽ മതി.
അപ്പൊ ആളുകളുടെ ആവശ്യം, അവരുടെ ദാരിദ്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന രൂപമാണെന്ത്? പലിശ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് പൈസ പോണ രൂപമാണെന്ത്? പലിശ. അത് ഇസ്ലാം എന്ത് ചെയ്തു? നിരോധിച്ചു. പിന്നെ മേലെന്ന് താഴത്തേക്ക് വരുന്ന പൈസയാണ് എന്ത്? സ്വതക്ക എന്ന് പറയുന്നത്, സക്കാത്ത്. പൈസ ഉള്ളവർ എന്ത് ചെയ്യണം? പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മേലക്കുള്ള ഫ്ലോ ഹറാമാക്കി, താഴത്തേക്കുള്ള ഫ്ലോ നിർബന്ധമാക്കി. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് സെയിമായി മാറും. അതാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക രംഗത്തിലുള്ള ഇസ്ലാമിൻ്റെ ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ശേഷം, ഇസ്ലാമിന് അതിൻ്റെ ഔന്നിത്യം ലഭിച്ചതിന് ശേഷം, ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ഉമറുല്ലാന്റെ കാലത്ത് ഇത് സക്കാത്ത് കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥ എത്തി. കാരണം എന്താണ്? ഇത് തുല്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് ക്യാപിറ്റലിസത്തെക്കാളും സോഷ്യലിസത്തെക്കാളും കമ്മ്യൂണിസത്തെക്കാളും കൂടുതൽ സമൃദ്ധമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സാമ്പത്തിക രംഗത്തിലുള്ള ഒരു നിലപാട്, ഒരു പോളിസി ഇസ്ലാമിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യനാലല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും കദാലിക സഖറഹ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? കന്നുകാലികളെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അല്ലാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി തക്ബീറുകൾ, ധ്വനികൾ മുഴക്കുക എന്നൊക്കെയാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. വബശ്ശിരിൽ മുഹ്സിനീൻ, നല്ല സൽക്കർമ്മം ചെയ്യുന്ന ആളുകളെ നീ എന്ത് ചെയ്യുക? സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷ വാർത്ത അത് ഉൾച്ചേർന്നുകൊണ്ട് അത് ലഭിക്കുകയും അങ്ങനെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അമ്മാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت